അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അഖ്ലാഖിലെ ഒന്നാമത്തെ പാഠമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല സ്വഭാവങ്ങൾ. മകനെ, നീ ഇപ്പോൾ 5ാം ക്ലാസ്സിലെത്തി. നീ അല്പം കൂടി മുതിർന്നിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. നിന്റെ സ്വഭാവം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിനാണ് നീ അഖ്ലാഖ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ അഖ്ലാഖ് പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനാണ്. സ്വഭാവം എന്താണെന്നും അത് എങ്ങനെയാണെന്നും നന്നായി പഠിക്കുവാനാണ് അഖ്ലാഖ് നമ്മൾ പഠിക്കുന്നത്. പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ് സ്വഭാവം എന്ന് പറയുന്നത്. അപ്പം നമ്മളോട് സ്വഭാവം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരമായി എഴുതേണ്ടത് പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ് സ്വഭാവം എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണത്. തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാറുണ്ട്, തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാണെന്ന്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവെ, നീ എൻ്റെ സൃഷ്ടിയെ നന്നാക്കിയിരിക്കുന്നു, അതുപോലെ എൻ്റെ സ്വഭാവത്തെയും നീ നന്നാക്കണമേ. അതിനാൽ നീയും സ്വഭാവിയാവണം. അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിച്ചു പിൻപറ്റുകയും നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുന്നതിലൂടെ സ്വഭാവം ശീലിക്കാം. സ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ നിൻ്റെ ഓർമ്മയിലിരിക്കട്ടെ. അപ്പോൾ സ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഒന്നാമത്തേത് നന്മ അധികരിപ്പിക്കുക. 2 നല്ല വാക്കു പറയുക. 3 സംസാരം കുറയ്ക്കുക. 4 നന്ദിയുള്ളവനാവുക. 5 സത്യസന്ധത. 6 പാപങ്ങൾ വെടിയുക. 7 പ്രയാസങ്ങൾ സഹിക്കുക. 8 മാതാപിതാക്കൾ, ഗുരുനാഥർ മുതലായവരോടുള്ള കടമകൾ നിർവഹിക്കുക. മറ്റുള്ളവരെ സഹായിക്കുക. 10 ആരെയും ഉപദ്രവിക്കാതിരിക്കുക. 11 വലിയവരെ ബഹുമാനിക്കുക, ചെറിയവരെ സ്നേഹിക്കുക. നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തഖ്വ ചെയ്യുക. ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക. എന്നാൽ നന്മ ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയും. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും അള്ളാഹു ചെയ്യാൻ പറയാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. നാം എവിടെയാണെങ്കിലും അള്ളാഹുവിന് തഖ്വ ചെയ്യുക. നമ്മളോട് ഒരു ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ നമ്മളൊരു നന്മ ചെയ്യുക. എന്നാൽ ആ നന്മ ചീത്ത കാര്യത്തെ മായ്ച്ചു കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസനിൻ. മനുഷ്യരോട് നീ സ്വഭാവത്തിൽ പെരുമാറുക. നിന്റെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ കൂട്ടുകാർക്കും പങ്കുണ്ട്. അതിനാൽ സ്വഭാവികളെ നീ കൂട്ടുകാരാക്കണം. മകനെ, ഉപ്പ ഇത്രയും ഉപദേശിച്ചത് മോൻ്റെ നന്മക്കാണെന്ന് മോൻ അറിയാമല്ലോ. അള്ളാഹു എൻ്റെ കുട്ടിയെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.